വാർത്താസമ്മേളനത്തിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് നടൻ ജയൻ രവി മുൻ ഭാര്യ ആരതിക്കും കുടുംബത്തിനുമെതിരെ നടത്തിയത്. ആരതിയെ വിവാഹം കഴിച്ചതുപോലും ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നതുകൊണ്ടാണെന്നും തൻ്റെ മാതാപിതാക്കൾ അന്നേ തന്നെ വിലക്കിയതാണെന്നും നടൻ പറയുന്നു. ഇത്രയും കാലം ക്ഷമിച്ചത് മക്കളെ ഓർത്താണെന്നും മിണ്ടാതിരുന്നത് മണ്ടത്തരമായി തോന്നുന്നുവെന്നും നടൻ പറഞ്ഞു. 14 വർഷത്തോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ദാമ്പത്യം. അപ്പോഴെല്ലാം എൻ്റെ മുൻ ഭാര്യ പറഞ്ഞത് ഞാൻ ദൈവമാണ്, വഴക്ക് പറയാറേയില്ല, ഞാനാണ് വഴക്ക് കൂടുന്നത് എന്നല്ലേ. എൻ്റെ ഇൻ്റർവ്യൂകളിൽ അത് പറഞ്ഞതിൻ്റെ തെളിവുകളുണ്ട്. ഇതിപ്പോൾ ചെയ്തേ മതിയാവൂ, അല്ലാതെ വേറെ വഴിയില്ല എനിക്ക്. ആ ബന്ധത്തിൽ നിന്നും പുറത്തു വന്ന ശേഷമുള്ള കഴിഞ്ഞ 2 വർഷങ്ങളിലാണ് ഞാൻ മനുഷ്യനായി ജീവിച്ചതും ശ്വസിച്ചു തുടങ്ങിയതും. എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം ഞാൻ അനുഭവിച്ചത് അറിയാം. കല്യാണം കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടപ്പോൾ തന്നെ എന്നെ കുടുംബത്തിൽ നിന്ന് അകറ്റി അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. വീട് പണിയൂ, അവിടെ ജോലിക്ക് പോകൂ, ഈ സിനിമയിൽ അഭിനയിക്കൂ എന്നെല്ലാം പറഞ്ഞ് ടോർച്ചറായിരുന്നു. ആര് കാശ് തന്നാലും വാങ്ങിക്കോളൂവെന്നാണ് പറഞ്ഞിരുന്നത്. സിനിമാ നിർമ്മാണവും അവർ തന്നെ. ഒരു പടം കഴിയും മുമ്പ് അടുത്തതിന് ഡേറ്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ മറ്റ് സിനിമകളിൽ അഭിനയിക്കാൻ കഴിയാതെ അവരുടെ കമ്പനി ആർട്ടിസ്റ്റായി മാറി ഞാൻ. അതുപോലെ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. കെനിഷയെ എല്ലാവരും സൈബർ ആക്രമണം നടത്തി ഇറക്കിവിട്ടു. അവൾ എവിടെയാണെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവളുടെ കാര്യം സംസാരിക്കാനല്ല ഞാൻ വന്നത്. ഒന്നുമില്ലാതെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നവനാണ് ഞാൻ. ഐസരി സാറാണ് എന്നെ കുറച്ചുനാൾ സംരക്ഷിച്ചത്. ഇപ്പോൾ ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു. എൻ്റെ മുൻ ഭാര്യയും കുടുംബവും നല്ല സുഖമായി ജീവിക്കുന്നു. ഞാൻ കോടിക്കണക്കിന് രൂപ മുടക്കി പണിത വീട്ടിൽ അവർ സുഖമായിരിക്കുന്നു. പുറത്തു പോകാൻ പറയാൻ അറിയാഞ്ഞിട്ടല്ല, മനുഷ്യനാണ് ഞാൻ. അതിനുശേഷമേ ആണും പെണ്ണും എന്നതെല്ലാമുള്ളൂ. എൻ്റെ കഷ്ടകാലത്തിന് ഒപ്പം നിന്ന പെണ്ണാണ് കെനിഷ. എന്നെ മനസ്സിലാക്കിയ പെണ്ണാണവൾ. ഞാൻ കാണാത്ത പെണ്ണുങ്ങളുണ്ടോ? എൻ്റെ ജോലി തന്നെ സുന്ദരികളായ നായികമാർക്കൊപ്പം അഭിനയിക്കുക എന്നതല്ലേ. ഇത്രയും കാലം ഞാൻ മുൻ ഭാര്യയ്ക്കൊപ്പം ജീവിച്ചിരുന്നതല്ലേ. അപ്പോൾ ഞാൻ ഏതെങ്കിലും സ്ത്രീയിൽ മയങ്ങി അവർക്ക് പിന്നാലെ പോയോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു കാരണം എന്ന രീതിയിലാണ് കെനിഷയുടെ കാര്യം അവർ എടുത്തിട്ടത്. എല്ലാത്തിനും തെളിവുണ്ട്. അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ അവർക്ക് എതിരെ വരും നാളുകളിൽ സംസാരിക്കും. എനിക്ക് അവർ പിന്തുണ നൽകിയിട്ടുമുണ്ട്. മക്കളെ ഓർത്ത് മാത്രമാണ് മിണ്ടാതിരുന്നത്. ആ വീട്ടിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. ആ കുടുംബവുമായി ബന്ധം വേണ്ടെന്ന് അമ്മയും അപ്പയും ഒരുപാട് പറഞ്ഞതാണ്. ഇതിനോടകം എൻ്റെ പേരിൽ കേസും കടവുമെല്ലാമുണ്ട്. 23 വർഷം എൻ്റെ പേരിൽ ഒരു ബ്ലാങ്ക് മാർക്ക് പോലും വീഴാതെയാണ് ഞാൻ ജീവിച്ചത്. 45 വയസ്സിൽ ഞാൻ സൗന്ദര്യത്തിന് പിന്നാലെ പായുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം പേരിൽ ഒരു അക്കൗണ്ട് പോലും എനിക്കില്ല. ഉള്ളത് ജോയിൻ്റ് അക്കൗണ്ടാണ്. 1 രൂപ വലിച്ചാൽ പോലും ഭാര്യയും വീട്ടുകാരും ചോദ്യം ചെയ്യും. ഞാൻ സമ്പാദിക്കുന്ന പണമല്ലേ. പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ആ വീട്ടിൽ അനുഭവിച്ചു. ഞാൻ ജീവനോടെ ഇരിക്കരുത് എന്നതാണ് അവരുടെ ലക്ഷ്യം. രക്തം ഛർദ്ദിച്ച് തുടങ്ങി ഞാൻ. അവർ എനിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ട്. അവർക്കൊപ്പം ഞാൻ ജീവിച്ചിരുന്ന സമയത്തും പ്രതികരിക്കാതിരിക്കാൻ അവർ ഇത് ചെയ്തിരുന്നു. ആരതിയുമായി എനിക്ക് നടന്നത് ബ്ലാക്ക്മെയിൽ വിവാഹമാണ്. അവർ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് എന്നെ ഭയപ്പെടുത്തി. അവസാനം വിവാഹത്തിന് വഴങ്ങേണ്ടി വന്നു. ഇന്ന് അവൾ എന്നെയും ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചു. ഇന്ന് ഞാൻ കഷ്ടപ്പെടുകയാണ്, ജയൻ രവി പറഞ്ഞു.